നമ്മുടെ കൊയിലാണ്ടിയിൽ ഒരു ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എവിടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഒഴിഞ്ഞ പറമ്പിലായിരുന്നു. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഫസ്റ്റ് അവർ എൻട്രൻസിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗുണ കേവിൻ്റെ ആ ഒരു തീമായിരുന്നു കേട്ടോ. ആ ഒരു സോങ്ങും അതിൻ്റെ ആ കുട്ടേട്ട എന്നുള്ള വിളിയും ആ ഒരു തീം വെച്ചിട്ടായിരുന്നു അവർ ചെയ്തിട്ടുള്ളത്. കുട്ടികളെ സംബന്ധിച്ചോളം അവർക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇടയിൽ ഒരു മാനും ഒരാനയും ഒരു പുലിയൊക്കെ ഉണ്ട്. അത് കുട്ടിക്ക് അത് മൂവ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് അടുത്ത എൻട്രി വരുന്നത് പക്ഷികളും പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു മുയൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ മെക്കവും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഓപ്പണാണ്, ഒന്നും കൂട്ടിലല്ല, ഓപ്പണായിട്ടാണ് എല്ലാം ഉള്ളത്. മോള് ആകെ ഒരു പ്രാവ് പറഞ്ഞ പോയപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ അയാളുടെ കഴുത്തിലുള്ളത് പെരുമ്പാമ്പാണ്. അപ്പോൾ അത് അയാൾ വേണമെന്ന് ചോദിച്ചു, പക്ഷെ നമ്മളാരും വാങ്ങിയില്ല, പേടിച്ചിട്ട്. അതിങ്ങനെ ജീവനുള്ളതാണല്ലോ, പേടിച്ചിട്ട് ആരും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ആരും ആ ഒരു ഫെസ്റ്റിന് പോകണം എന്നില്ല. കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഈ ഒരു ഫ്ലവേഴ്സ് അങ്ങനെയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കുറച്ച് പക്ഷികൾ മാത്രമേ ഉള്ളൂ, കോഴികളും പക്ഷികളും അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ പോകുന്ന ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്ന അവിടെ നമ്മൾ മറ്റേ ബോൾ എറിഞ്ഞിട്ട് പ്രൈസ് കിട്ടുന്ന അത് 50 റുപ്പീസ് അത് വെച്ചിട്ടുണ്ട്. പിന്നെ റിങ് വെച്ചിട്ടുള്ളത് അത് വെച്ചിട്ടുണ്ട്. പിന്നെ മോളുടെ ആദ്യമായിട്ടാണ് മോളിങ്ങനെ ലൈറ്റിങ്സൊക്കെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണുള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ ഊഞ്ഞാലുണ്ടായിരുന്നു. ഊഞ്ഞാലിൽ രാത്രി കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ അവിടെ കാണാണ്ടത് ഡാൻസിങ് ചെയറുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒക്കെ സംഭവം കംപ്ലീറ്റ്ലി കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സാധനങ്ങൾ ഈ ഒരു 4-5 ഐറ്റംസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുട്ടികൾ ചാടി കളിക്കുന്നതും പിന്നെ തോണിയും കുട്ടികളുടെ ട്രെയിനും പിന്നെ നമുക്ക് ഫുഡിൻ്റെ സ്റ്റോൾസും അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. കാര്യമായിട്ട് വലിയ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്. ഇത് ഫുഡ് സെക്ഷൻ ഇതാണ്. പിന്നെ മുളക് ബജിയും കോളിഫ്ലവർ ഫ്രൈയും പിന്നെ പാവ് ഭാജി, പാനിപൂരി, പോപ്കോണ്, ഐസ്ക്രീം, ഇതാണ് അവിടെയുള്ള മെയിനായിട്ടുള്ള ഫുഡ് ഐറ്റംസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.